ഇവിടെ കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, സട്ടാവ് ഒന്നേ ഉള്ളൂ, അധികാരസ്ഥൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ ഹൃദയം തിരിയണം. ആ അല്ലാഹുവിനെ മനുഷ്യൻ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കാതിരിക്കും? നിങ്ങളോട് സംസാരിക്കുന്ന നാവ് എന്റേതല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ എന്റെ ഉടമസ്ഥതയിലല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ പണം കൊടുത്ത് വാങ്ങിയതല്ല, എന്റെ അധികാരത്തിലല്ല. ഞാൻ ചിലപ്പോൾ എന്റെ നാവ് എന്ന് പറയും. അതെങ്ങനെയെന്നറിയോ? അതെ, എനിക്ക് എന്റെ ട്രെയിന് മംഗലാപുരത്ത് നിന്ന് 11:45 അതുകൊണ്ട് എനിക്ക് വേഗം പോകേണ്ടി വരുമെന്ന് ഇവിടെ 9 മണിക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ സംഘാടകരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, അവിടെ നിങ്ങൾ ഓർക്കണം, എന്റെ ട്രെയിന് എന്നാണ് ഞാൻ പറഞ്ഞത്, എനിക്കങ്ങനെ ഒരു ട്രെയിനൊന്നും ഇല്ല കേട്ടോ. പിന്നെ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഞാൻ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ച് ടിക്കറ്റ് എടുത്ത ട്രെയിന്, അത് ഞാൻ എന്റെ ട്രെയിന് എന്ന് പറയും. ഇതുപോലെ ഞാൻ എന്റെ നാവ് എന്ന് പറയും, എന്റെ മൂക്ക് എന്ന് പറയും, എന്റെ കാത് എന്ന് പറയും. അത് എന്റെ ഉടമസ്ഥതയിലായത് കൊണ്ട് പറയുന്നതല്ല, പിന്നെയോ എന്റെ അധികാരത്തിലായത് കൊണ്ടും പറഞ്ഞതല്ല, ഞാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. ഓ സുഹൃത്തുക്കളെ, ആകയാൽ എന്റെ സംസാരിക്കുന്ന നാവ്, ചിന്തിക്കുന്ന മനസ്സ്, അതേ ആലോചിക്കുന്ന ബ്രെയിന്, അതുപോലെ എന്റെ കൈ, എന്റെ കാല്, എന്റെ വിരലുകൾ, എന്റെ നാവ്, അതേ എന്റെ നാക്ക്, എന്റെ മൂക്ക്, എന്റെ എല്ല്, എന്റെ പല്ല്, എന്റെ തോല്, അതേ എന്റെ ശരീരത്തിലുണ്ടല്ലോ കുറെ ഉപകരണങ്ങൾ, വില കണക്കാക്കാൻ പറ്റുമോ? അതേ എന്റെ ഹാർട്ട്, എന്റെ കിഡ്നി, അതേ കരള്, എന്റെ ബ്രെയിന്, എന്റെ കുടല്, ചെറുകുടല്, വൻകുടല്, അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ടല്ലോ. ഇതിനെല്ലാം വില കണക്കാക്കാൻ പറ്റൂ? എന്റെ എല്ലുണ്ട്, എല്ലിന്റെ ഉള്ളിൽ മജ്ജയുണ്ട്, ഇപ്പുറത്ത് മാംസമുണ്ട്, അവിടെ രക്തമുണ്ട്, രക്തം അതാ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുഴലുണ്ട്, അത് ശുദ്ധീകരിക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരാത്തത് ഒരുപാട് എന്റെ ശരീരത്തിൽ എന്റെ സട്ടാവ് വെച്ചിട്ടില്ലേ? അതെല്ലാം കൃത്യമായി നിയന്ത്രിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന എന്റെ റബ്ബ് അല്ലാഹ്, ആ റബ്ബ് അവൻ എന്തൊരു കാരുണ്യമുള്ള റബ്ബാണ്. എന്നെ സൃഷ്ടിച്ച് വെറുതെ അങ്ങ് വിട്ടില്ല. എനിക്ക് സൃഷ്ടിച്ചപ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ചെയ്തു തന്നു. അതിന്റെ ഭാഗമാണ് ധാന്യങ്ങൾ, അതിന്റെ ഭാഗമാണ് കന്നുകാലികൾ, അതിന്റെ ഭാഗമാണ് സസ്യങ്ങൾ, അതിന്റെ ഭാഗമാണ് മത്സ്യങ്ങൾ, അതിന്റെ ഭാഗമാണ് ഫ്രൂട്ട്സുകൾ, അതിന്റെ ഭാഗമാണ് വെള്ളങ്ങൾ. ഇരിക്കട്ടെ, അതൊക്കെ കിട്ടാൻ കുറെ പണിയുണ്ട്. വളരെ ഫ്രീ ആയിട്ട് എന്റെ റബ്ബ് തരുന്നൊരു വസ്തുവുണ്ട്. സൂക്ഷിക്കാൻ പാത്രം വേണ്ട, കിട്ടാൻ കിണർ കുഴിക്കണ്ട, കൃഷി നടത്തണ്ട, 5 പൈസ മുതലിറക്കണ്ട. അത് ഓരോ സെക്കൻഡിലും എനിക്ക് ആവശ്യമാണ്. അതിന്റെ പേരാണ് ഓക്സിജൻ. അതോരോ സെക്കൻഡിലും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനല്ലാഹ്. ജലസേചന വകുപ്പിന് മന്ത്രിയുണ്ട്, അതേ അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്. ഏറ്റവും ആവശ്യമുള്ള ഓക്സിജൻ മന്ത്രിയില്ല. കാരണം ഓക്സിജൻ താനെ ഓട്ടോമാറ്റിക്കായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓക്സിജൻ അത് ആവശ്യത്തിന് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനല്ലാഹ്. ആ റബ്ബിനെ ഞാൻ സ്നേഹിക്കേണ്ടയോ? ആ റബ്ബിനെ ഞാൻ വണങ്ങേണ്ടയോ? ആ റബ്ബിനെ ഞാൻ അനുസരിക്കേണ്ടയോ? ആ റബ്ബിലേക്ക് എന്റെ മനസ്സ് തിരിയണ്ടയോ? നിർബന്ധമായും തിരിയണം. അപ്പോഴാണ് ഞാനൊരു മനുഷ്യനാകുന്നത്. അല്ലെങ്കിലോ എന്റെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച മൃഗങ്ങളെ പോലെ ഞാനും ചിന്തയില്ലാത്തവനാകും. അതുപോരല്ലോ, മനുഷ്യന് വിശേഷ ബുദ്ധി കൊടുത്തിട്ടുണ്ടല്ലോ. വമാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശങ്ങളും ഭൂമികളും അതിനിടയിലുള്ള വസ്തുക്കളും അത് നമ്മൾ വെറുതെ കളിക്കാനുണ്ടാക്കിയതല്ല നബിയെ. പിന്നെയോ മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അതെല്ലാം യാഥാർത്ഥ്യത്തോടുകൂടെ സൃഷ്ടിച്ചതാണ്. അതെല്ലാം ചിന്തിക്കാനുള്ളതാണ്.
അതിനെല്ലാം ലക്ഷ്യമുണ്ട്. എന്നാൽ എല്ലാ സൃഷ്ടികളുടെയും ലക്ഷ്യം മനുഷ്യനാണ്. ഖലഖലകും മാ ഫിൽ അർദി ജമിഅ, ഭൂമിയിലുള്ളതൊക്കെ മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടി പടച്ചു തന്നതാണ്. അതുകൊണ്ടല്ലേ സുബ്ഹാനല്ലാഹ്